വെൽക്കം ബാക്ക് ടു സ്കൂൾ ഷിപ്പ്. 5ാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്കൂൾ ഷിപ്പ് ചാനലിലേക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പുതിയ സ്കൂളും കൂട്ടുകാരുമൊക്കെയായി എല്ലാവരും അടിച്ചു പൊളിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഇതിനിടയിൽ നമുക്ക് കുറച്ച് പഠിച്ചാലോ? ഇന്ന് 5ാം ക്ലാസ്സിലെ നിങ്ങളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1ാം യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ ദ കിസ്സിംഗ് ഹാൻഡ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നമുക്ക് ഈ പാഠം പഠിക്കാം. അപ്പോൾ എങ്ങനെയാ, തുടങ്ങുകയല്ലേ? കുട്ടികൾക്ക് വേണ്ടി കഥകൾ എഴുതുന്ന ആഡ്രി പെൻ എന്ന അമേരിക്കൻ റൈറ്ററാണ് ദ കിസ്സിംഗ് ഹാൻഡ് എന്ന കഥ എഴുതിയിട്ടുള്ളത്. ദ കിസ്സിംഗ് ഹാൻഡ് എന്ന പേരിൽ ഒരു പിക്ചർ ബുക്ക് തന്നെ അവർ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ദ കിസ്സിംഗ് ഹാൻഡ്, ചുംബിക്കുന്ന കരങ്ങൾ അല്ലെങ്കിൽ ഉമ്മ വയ്ക്കുന്ന കൈകൾ. നമുക്ക് പാഠത്തിലേക്ക് കടന്നാലോ? ഈ കഥയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ചെസ്റ്റർ എന്ന ഒരു റക്കൂണിനെയാണ്. റക്കൂൺ എന്ന് പറയുന്നത് കരടിയുടെയും ഫോക്സിൻ്റെയും എല്ലാം സാദൃശ്യമുള്ള ഒരു സസ്തനിയാണ്. നോർത്ത് അമേരിക്കയിൽ കണ്ടുവരുന്ന ഒരു ജീവി. എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം. സ്കൂളിൽ പോകാൻ അല്പം മടിയുള്ള ചെസ്റ്റർ എന്ന റക്കൂണിൻ്റെ കഥയിലേക്ക്. Chester Raccoon stood at the edge of the forest and cried, "I don't want to go to school," he told his mother. ഫോറസ്റ്റിൻ്റെ അരികിൽ നിന്നുകൊണ്ട്, ഫോറസ്റ്റ് തീരുന്ന ആ മാർജിനിൽ നിന്നുകൊണ്ട് ചെസ്റ്റർ റക്കൂൺ തൻ്റെ അമ്മയോട് പറയുകയാണ്. എന്താണ് ചെസ്റ്റർ റക്കൂൺ പറയുന്നത്? എനിക്ക് സ്കൂളിൽ പോകണ്ട. I want to stay home with you. എനിക്ക് അമ്മയുടെ കൂടെ വീട്ടിൽ നിന്നാൽ മതി. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ കളിപ്പാട്ടത്തിനൊപ്പം കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് എൻ്റെ ഊഞ്ഞാലിലാടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. ദയവ് ചെയ്ത് നിന്നോടൊപ്പം, അമ്മയോടൊപ്പം വീട്ടിൽ നിൽക്കാൻ എന്നെ അനുവദിക്കണം. മിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസൽഡ് ഹിസ് ഇയർ. അപ്പോൾ അമ്മ എന്താണ് ചെയ്തത്? അമ്മ ചെസ്റ്റർ റക്കൂണിനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവൻ്റെ ചെവിയിൽ നസൽ ചെയ്തു. എന്താണ് നസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉരുമ്മിക്കൊടുത്തു. നമുക്ക് നോക്കാം ഇനി എന്താണ് ഇവർ തമ്മിൽ സംസാരിക്കുക എന്ന്. Sometimes we all have to do things we don't want to do. അപ്പോൾ ചെസ്റ്റർ റക്കൂണിനോട്, സ്കൂളിൽ പോകാൻ മടിയുള്ള ചെസ്റ്റർ റക്കൂണിനോട് അമ്മ പറയുകയാണ്, ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളും ചെയ്യേണ്ടി വരും. She told him gently. അമ്മ അവനോട് വളരെ മൃദുവായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. Even if they seem strange and scary at first. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം കാണുമ്പോൾ എന്തായിട്ട് തോന്നുക? സ്ട്രേഞ്ചും സ്കെയറിയുമായിട്ട് തോന്നും. അപ്പോൾ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരിചിതം, പരിചയമില്ലാത്ത കാര്യങ്ങൾ. സ്കെയറി എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന. അപ്പോൾ ചെസ്റ്റർ റക്കൂണിനെ സംബന്ധിച്ച് സ്കൂളിൽ പോവുക എന്ന് പറയുന്നത് എങ്ങനെയുള്ള കാര്യമാണ്? ഇതുവരെ പോയി പരിചയമില്ല, അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം അമ്മ പറഞ്ഞു, എന്താണ്, ചില കാര്യങ്ങൾ ഇങ്ങനെ ആദ്യം തോന്നുമെങ്കിലും അതൊക്കെ എന്താണ്, നമ്മൾ ചെയ്യുക തന്നെ വേണം. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നീ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? സ്കൂൾ തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിനക്ക് കുറേ പുതിയ കൂട്ടുകാരെ കിട്ടും, അതുപോലെ കുറേ കളിപ്പാട്ടങ്ങൾക്കൊപ്പം കളിക്കാനും സാധിക്കും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും, അതുപോലെ തന്നെ പുതിയ സ്വിങ്സ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലുകളിൽ ആടാൻ കഴിയും. Besides, she added, മാത്രമല്ല അതോടൊപ്പം, I know a wonderful secret that will make your nights at school seem as warm and cozy as your days at home. ഇത് കൂടാതെ എൻ്റെ അടുത്തൊരു സീക്രട്ട് ഉണ്ട്, എൻ്റെ അടുത്തൊരു രഹസ്യമുണ്ട്. അമ്മ റക്കൂൺ പറയുകയാണ്. എന്താണ് ആ രഹസ്യം? അതമ്മ ഇപ്പം തന്നെ വെളിപ്പെടുത്തും. ഈ രഹസ്യം ഉള്ളത് കൊണ്ട് നിനക്ക് നിൻ്റെ വീട്ടിലെ പോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് സ്കൂളിലും രാത്രി ചിലവഴിക്കാൻ പറ്റുമെന്ന് അമ്മ റക്കൂൺ പറഞ്ഞു കൊടുക്കുകയാണ്. കോസി എന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ, സുഖപ്രദമായിട്ട്, വീട്ടിലെ പോലെ തന്നെ സുഖമായിട്ട് നിനക്ക് സ്കൂളിലും രാത്രി കഴിയാൻ സാധിക്കും. ഇതൊരു ഹോസ്റ്റൽ കൈൻഡ് ഓഫ് സ്കൂളാണ് റക്കൂണിനെ പറഞ്ഞയക്കുന്നത്. ചെസ്റ്റർ wiped away his tears and looked interested. ചെസ്റ്റർ തൻ്റെ കണ്ണുനീരൊക്കെ എന്ത് ചെയ്യാണ്? വൈപ്പ് അവേ ചെയ്യുകയാണ്, തുടച്ചു കളയുകയാണ്. എന്നിട്ടോ അമ്മ പറഞ്ഞ കാര്യം ഇൻട്രസ്റ്റോടെ, വലിയ താല്പര്യത്തോടെ ശ്രദ്ധിക്കുകയാണ്. എ സീക്രട്ട്? ഒരു രഹസ്യമോ?
വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? എന്ത് തരത്തിലുള്ള രഹസ്യമാണ്? ഇതുവരെ എന്നോട് പറയാത്ത രഹസ്യം. എ വെരി ഓൾഡ് സീക്രട്ട് സെഡ് മിസ് റക്കൂൺ. ഒരു പഴയ രഹസ്യം മിസ് റക്കൂൺ പറയുകയാണ്. ഐ ലേൺ ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺ ഇറ്റ് ഫ്രം ഹെർ മദർ. ഞാനിത് എൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. എന്ത്? ഈ രഹസ്യം. എൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. ഈ സീക്രട്ടിൻ്റെ പേരെന്താണ്? കിസ്സിങ് ഹാൻഡ് എന്നാണ്. ചുംബിക്കുന്ന കൈ എന്നാണ്, അല്ലെങ്കിൽ ഉമ്മ വെക്കുന്ന കൈ എന്നാണ് ഈ സൂത്രത്തിൻ്റെ, ഈ രഹസ്യത്തിൻ്റെ പേര്. ദ കിസ്സിങ് ഹാൻഡ് ആസ്ക്ഡ് ചെസ്റ്റർ. ഇത് കേട്ട് ചെസ്റ്റർ ഭയങ്കര അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഉമ്മ വെക്കുന്ന കൈയോ, കിസ്സിങ് ഹാൻഡോ, അതെന്താണ്? വാട്ട്സ് ദാറ്റ്? ഐൽ ഷോ യു. ഞാൻ കാണിച്ചു തരാമെന്ന് അമ്മ റക്കൂൺ പറയുകയാണ്. മിസ് റക്കൂൺ took Chester's left hand and spread his tiny fingers into a fan. അപ്പോൾ അമ്മ റക്കൂൺ ചെസ്റ്ററിൻ്റെ ഇടത് കൈ പിടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? അവൻ്റെ ചെറിയ വിരലുകൾ, ടൈനി ഫിംഗേഴ്സ്, ആ ചെറിയ വിരലുകൾ ഇങ്ങനെ ഒരു ഫാൻ പോലെ വിടർത്തി. സ്പ്രെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിടർത്തുക. ലീനിങ് ഫോർവേഡ് ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അങ്ങനെ മുന്നോട്ട് കുനിഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ് അമ്മ? ലീനിങ് ഫോർവേഡ്, മുന്നോട്ട് കുനിയുക. മുന്നോട്ട് കുനിഞ്ഞിട്ട് അമ്മ റക്കൂൺ ചെസ്റ്ററിൻ്റെ ഈ വിടർത്തി വെച്ച കൈയിലെ കൈവെള്ളയിൽ, കൈവെള്ള എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നടുക്കുള്ള, കൈയിൻ്റെ നടുക്കുള്ള ഭാഗം, അവിടെ എന്ത് ചെയ്യുകയാണ്? ഒരു ഉമ്മ കൊടുക്കുകയാണ്, കിസ് ചെയ്യുകയാണ്. Chester felt his mother's kiss rush from his hand up his arm and into his heart. അപ്പോൾ തൻ്റെ കൈവെള്ളയിൽ, തൻ്റെ പാമിൽ അമ്മ ഇങ്ങനെ കിസ് ചെയ്തപ്പോൾ ചെസ്റ്റർ റക്കൂൺ എന്താണ് ഫീൽ ചെയ്യുന്നത്? അമ്മയുടെ ഈ ഉമ്മ തൻ്റെ കയ്യിലൂടെ കടന്ന്, എന്താണ്, തൻ്റെ കയ്യിലൂടെ ഇങ്ങനെ വേഗത്തിൽ കടന്ന്, തൻ്റെ തോളിലൂടെ കടന്ന് തൻ്റെ ഹൃദയത്തിലേക്ക് എത്തുന്നതായിട്ട് ചെസ്റ്റർ റക്കൂണിന് ഫീൽ ചെയ്തു, തോന്നി. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾ വിത്ത് എ സ്പെഷ്യൽ വാംത്. അപ്പോൾ അവൻ്റെ ഈ തൊലിയൊക്കെ എന്തായി? ഇക്കിളിപ്പെട്ടതുപോലെ അവന് തോന്നി. അതൊക്കെ എന്താണ്? ഇക്കിളിപ്പെട്ടതുപോലെ തോന്നി. അപ്പോൾ ഈ സിൽക്കി ബ്ലാക്ക് മാസ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ റക്കൂണിൻ്റെ തൊലിയെയാണിവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. മിസ് റക്കൂൺ സ്മൈൽഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ഉമ്മ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെസ്റ്റർ റക്കൂണിൻ്റെ എക്സ്പ്രഷൻസും ഫീലിങ്സും സന്തോഷവും ഒക്കെ കണ്ട് അമ്മ എന്ത് ചെയ്യുകയാണ്? അമ്മ ചിരിച്ചു. എന്നിട്ട് അമ്മ പറയുകയാണ്, നൗ ഷീ ടോൾഡ് ചെസ്റ്റർ, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, mummy loves you. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ അങ്ങോട്ട് എപ്പോഴാണോ നിനക്ക് ഒറ്റപ്പെടൽ, ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ എന്താണ്, വീട്ടിൽ നിന്ന് കുറച്ച് സ്നേഹം വേണമെന്ന് നിനക്ക് തോന്നുന്നത്, ആ സമയത്തൊക്കെ നീ എന്ത് ചെയ്യുക? നിന്റെ ഹാൻഡ് ഇതുപോലെ എന്ത് ചെയ്യുക? കവിളിലേക്ക് വെക്കുക, കവിളിലേക്ക് അമർത്തി വെക്കുക. എന്നിട്ട് എന്ത് വിചാരിക്കണം? മമ്മി ലവ്സ് യു, അമ്മ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് കരുതണം. മമ്മി ലവ്സ് യു. And that very kiss will jump to your face and fill you with toasty warm thoughts. അപ്പോൾ ആ ഒരു അമ്മ നിന്നെ സ്നേഹിക്കുന്നുവെന്ന ആ ഒരു ചിന്തയും, അതോടൊപ്പം കൈ ഇങ്ങനെ കവിളിൽ, ചീക്കിൽ അമർത്തി പിടിക്കുമ്പോഴുള്ള ആ ഒരു കിസ്സുമൊക്കെ എന്ത് ചെയ്യും? നിനക്ക് നല്ല ഊഷ്മളത, നല്ല ചൂട് പകരുമെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊക്കെ നിനക്ക് ടോസ്റ്റി വാം തോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സുഖപ്രദമായ ചിന്തകൾ എന്ന് പറയുമ്പോൾ സന്തോഷം തരുമെന്നാണ് അമ്മ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. നോക്കുക, അമ്മ എന്താണ് അത് കഴിഞ്ഞ് ചെയ്തത്? അമ്മ ചെസ്റ്ററിൻ്റെ ഹാൻഡ് പിടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? അവൻ്റെ ഫിംഗേഴ്സ് ഇങ്ങനെ എന്താണ്, ആ കിസ് പൊതിഞ്ഞു പിടിക്കുകയാണ്. ആ കിസ്സിനെ ചീക്കിൽ നേരത്തെ പറഞ്ഞല്ലോ പാം വെച്ചമർത്തി, ആ ഒരു കിസ്സിനെ ഇങ്ങനെ കൈവിരലുകൾ കൊണ്ട് പൊതിഞ്ഞു വെക്കുന്ന പോലെ ചെയ്യുകയാണ്. നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്, ഷീ ടീസ്ഡ് ഹിം. അപ്പോൾ അമ്മ അവനെ കളിയാക്കിക്കൊണ്ട് തമാശയ്ക്ക് പറയുകയാണ്, ഇനി എന്ത് ചെയ്യണം? സൂക്ഷിക്കണം, ഈ കിസ് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. But don't worry, when you open your hand to wash after having food, I promise the kiss will stick. എന്നിട്ട് അമ്മ ഒരു കാര്യം കൂടി പറയുകയാണ്, വിഷമിക്കൊന്നും വേണ്ട, എന്താണ്, ഭക്ഷണം കഴിക്കാൻ നേരത്ത് കൈ കഴുകുമ്പോൾ ഈ കിസ് അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരുന്നോളും, ഇത് ചാടിപ്പോവൊന്നുമില്ല, ഞാൻ തന്നിരിക്കുന്ന കിസ് അങ്ങനെ ചാടിപ്പോവൊന്നുമില്ല എന്ന് അമ്മ അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്.
ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ചെസ്റ്ററിന് തൻ്റെ ഈ കിസ്സിങ് ഹാൻഡ്, ചുംബിക്കുന്ന കൈ അല്ലെങ്കിൽ ഉമ്മ വെക്കുന്ന കൈ എന്ന് പറയുന്ന ആ ഒരു സീക്രട്ട് എന്ത് ചെയ്തു? വളരെയധികം ഇഷ്ടപ്പെട്ടു. Now he knew his mother's love would go with him wherever he went, even to the school. അപ്പോൾ ഇപ്പോൾ അവൻ അറിയാം എന്ത്? അവൻ എവിടെ പോയാലും, അവൻ സ്കൂളിൽ പോയാലും വേറെ എവിടെയൊക്കെ പോയാലും അവൻ്റെ അമ്മയുടെ സ്നേഹം എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അവൻ അറിയാം. അവന് ഉറപ്പുണ്ട്. That night, Chester stood in front of his school and looked thoughtful. ആ രാത്രി അവൻ സ്കൂളിൻ്റെ മുൻപിൽ വളരെ ചിന്തകളിൽ മുഴുകി ഇങ്ങനെ നിന്നു. അവൻ്റെ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകി, ആ ചിന്തകളിൽ നിറഞ്ഞ് അവനിങ്ങനെ നിൽക്കുകയാണ്. സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻ. പെട്ടെന്ന് തന്നെ അവൻ അമ്മയുടെ നേരെ തിരിഞ്ഞു. ടേൺ ടു ഹിസ് മദർ, അമ്മയുടെ നേരെ തിരിഞ്ഞു. ആൻഡ് ഗ്രിൻ, ഗ്രിൻ മീൻസ് സ്മൈൽ, ചിരിച്ചു. എന്താണ്? ഗിവ് മീ യുവർ ഹാൻഡ്, ഹി ടോൾഡ് ഹെർ. എന്നിട്ട് അവൻ അമ്മയോട് പറയുകയാണ്, ചെസ്റ്റർ അമ്മയോട് പറയുകയാണ്, അമ്മയുടെ കൈ എനിക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണ് ചെയ്യുന്നത്. ചെസ്റ്റർ took his mother's hand in his own and unfolded her large familiar fingers into a fan. എന്നിട്ട് എന്താണ് ചെസ്റ്റർ ചെയ്യുന്നത്? ചെസ്റ്റർ അമ്മയുടെ കൈ ഇങ്ങനെ പിടിച്ചു വാങ്ങിയിട്ട് എന്താണ് മുൻപ് അമ്മ ചെയ്തതുപോലെ അമ്മയുടെ വിരലുകൾ എങ്ങനെയാണ്? ലാർജ് ഫിംഗേഴ്സ് ആണ്. ചെസ്റ്ററിൻ്റെതോ ടൈനി ഫിംഗേഴ്സ് ആയിരുന്നു, ചെറിയ കുഞ്ഞു ഫിംഗേഴ്സ് ആയിരുന്നു. പക്ഷെ അമ്മയുടേത് ലാർജ് വലിയ ഫിംഗേഴ്സ് ആണ്. അങ്ങനെ അമ്മയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മയുടെ ഈ ലാർജ് വലിയ ഫിംഗേഴ്സ് ഇങ്ങനെ ഫാൻ പോലെ വിടർത്തി വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് ചെസ്റ്റർ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് he leaned forward and kissed the center of her hand. അമ്മ ചെയ്തതുപോലെ അവന് മുന്നോട്ടിങ്ങനെ കുനിഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്? ആ വിടർത്തി വെച്ച കൈവെള്ളയിൽ എന്ത് ചെയ്യുകയാണ്? ഉമ്മ കൊടുക്കുകയാണ്. Now you have a kissing hand too. എന്നിട്ട് അവൻ അമ്മയോട് പറയുകയാണ്, ഇപ്പോൾ അമ്മയ്ക്കും എന്തുണ്ട്? ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്, ഉമ്മ വെക്കുന്ന കൈയുണ്ട്. He told her with a gentle goodbye. ഓക്കെ, അപ്പോൾ അവൻ ഇങ്ങനെ അമ്മയ്ക്ക് കൈവെള്ളയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്? ഒരു ഗുഡ് ബൈ, ഒരു നല്ല സൗമ്യമായൊരു ഗുഡ് ബൈ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? പോകാൻ തുടങ്ങുകയാണ്. ഐ ലവ് യു, ചെസ്റ്റർ സെഡ് as he turned and danced away. അപ്പോൾ അവൻ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പം സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തിരിഞ്ഞിട്ട് എന്താണ്? ഡാൻസ് കളിച്ചുകൊണ്ട് അവൻ അമ്മയോട് പറയുകയാണ്, ഐ ലവ് യു, ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു. മിസ് റക്കൂൺ watched Chester scamper across a tree limb and enter the school. അപ്പോൾ മിസ്റ്റർ റക്കൂൺ എന്ത് ചെയ്യുകയാണ്? ചെസ്റ്റർ റക്കൂൺ ഇങ്ങനെ മകൻ സ്കൂളിലേക്ക് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ചെസ്റ്റർ റക്കൂൺ എങ്ങനെയാണ് പോകുന്നത്? അവനൊരു ട്രീ ലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരക്കൊമ്പ്, മരത്തടി, അങ്ങനെ വീണ് കിടക്കുന്ന മരത്തടിയൊക്കെ ക്രോസ് ചെയ്തിട്ട് സ്കാമ്പർ എന്ന് പറഞ്ഞാൽ പേടിച്ചോടുക, വേഗത്തിൽ ഓടുക എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ തിടുക്കം കൂട്ടി ഓടുക, അങ്ങനെ തിടുക്കത്തിൽ ഓടിപ്പോവുകയാണ്. എങ്ങോട്ട്? സ്കൂളിലേക്ക് പോവുകയാണ്. As the first bell of the new school year rang, she pressed her left hand to her cheek and smiled. അപ്പോൾ സ്കൂളിലെ പുതിയ അധ്യയന വർഷത്തിലെ ആദ്യത്തെ ബെല്ലടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ അമ്മ റക്കൂൺ എന്ത് ചെയ്യുകയാണ്? അവളുടെ ലെഫ്റ്റ് ഹാൻഡ്, ഇടത് കൈ എടുത്തിട്ട് അവളുടെ കവിളിൽ വെച്ചു. എന്നിട്ട് എന്താണ്? ചിരിക്കുകയാണ്. എന്താണ് അത്? കിസ്സിങ് ഹാൻഡാണ് അല്ലേ? അവൻ്റെ മകൻ്റെ ഉമ്മ കിട്ടിയ ആ കൈയാണത്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ അത് കവിളിനോട് ചേർത്ത് വെക്കുന്നത്. The warmth of Chester's kiss filled her heart with special words. അപ്പോൾ തൻ്റെ മകൻ്റെ ആ ഉമ്മ കിട്ടിയ, ചുംബനം കിട്ടിയ ആ കൈ കവിളിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അമ്മയ്ക്ക് എന്ത് ചെയ്യുകയാണ്? അവൻ്റെ തന്നോടുള്ള സ്നേഹമൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്, മനസ്സ് നിറഞ്ഞ് വരികയാണ്. ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ്. അപ്പോൾ കൈ എങ്ങനെ വെക്കുമ്പോൾ എന്താണ്? അതൊരു പാട്ട് പോലെ അവൾ ഇങ്ങനെ കേൾക്കുകയാണ്. ചെസ്റ്റർ നിന്നെ സ്നേഹിക്കുന്നു, ചെസ്റ്റർ ലവ്സ് യു. ചെസ്റ്റർ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കണ്ടത് ആദ്യ ദിവസം സ്കൂളിലേക്ക് പോകുന്ന ഒരു റക്കൂണിനെയാണ് അല്ലേ? നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക, പേടിയോടെ അല്ലെങ്കിൽ മടിയോടെയൊക്കെയാണ് പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇനി അങ്ങോട്ട് ചെസ്റ്റർ റക്കൂണിന് പേടിയില്ല, മടിയില്ല. കാരണം എന്താണ്? തൻ്റെ അമ്മയുടെ സ്നേഹം തന്നോടൊപ്പം ഉണ്ടെന്ന് ചെസ്റ്ററിനറിയാം. അതുപോലെ തന്നെ എവിടെയായിരുന്നാലും തൻ്റെ മകൻ്റെ സ്നേഹം തന്നോടൊപ്പം ഉണ്ടെന്ന് അമ്മ റക്കൂണിനും അറിയാം. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം കഥ ഇഷ്ടപ്പെട്ടു എന്ന് ടീച്ചർ കരുതുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചോളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള എല്ലാ ഇംഗ്ലീഷ് ക്ലാസ്സുകളും നമ്മൾ എടുക്കുന്നതായിരിക്കും. കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്